നമസ്കാരം, ഞാൻ നിങ്ങളുടെ റൂത്തും അമ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനിരിക്കുന്നത് ഒരു പ്രസവ ശുശ്രൂഷയുടെ ഒരു ഭാഗമായ ഗ്യാസിനുള്ള മരുന്ന് എങ്ങനെ വീട്ടിലുണ്ടാക്കാം. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തരുന്ന ഒരു ടിപ്പ്. അപ്പോൾ ഇത് ഗ്യാസിന് എല്ലാവരും അരിഷ്ടം കഴിക്കാറുണ്ട്, ഇഞ്ചി നീര് കഴിക്കാറുണ്ട്. ഇതെല്ലാം എല്ലാവരും കഴിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇഞ്ചി നീര് 3 ദിവസം കൊടുക്കാം. വെറും വയറ്റിൽ പ്രസവം കഴിഞ്ഞ് സിസേറിയൻ ആണെങ്കിലും വന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ വെറും വയറ്റിൽ ഇഞ്ചിയും തേനും കൂടെ കൊടുക്കാറുണ്ട്. അത് 2-3 ദിവസം അടുപ്പിച്ച് കൊടുക്കുക, അത് നല്ലത് തന്നെയാണ്. അതുപോലെ അരിഷ്ടം കഴിക്കാറുണ്ട് എല്ലാവരും. ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, അഭയാരിഷ്ടവും കൂടെ മിക്സ് ചെയ്തിട്ട് 20 ml വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും, രാവിലെ വെറും വയറ്റിലും വൈകിട്ട് ആഹാരത്തിന് ശേഷവും ഇത് കഴിക്കാറുണ്ട് എല്ലാവരും. കൂടാതെ തന്നെ നമുക്ക് ഏറ്റവും നല്ല ഒരു മരുന്ന്, ഈ 90 ദിവസവും കഴിക്കാൻ പറ്റിയ ഒരു മരുന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അത് പൈസ എല്ലാവർക്കും ഇല്ലാത്തവർക്കും ഒരേപോലെ തന്നെ വാങ്ങി കഴിക്കാവുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അരിഷ്ടത്തിന് ചിലപ്പോൾ പൈസ ഇല്ലാത്തവരൊക്കെ കാണും. കാരണം എനിക്ക് അനേകരെ അറിയാം, സാമ്പത്തികം ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഒരു നേരത്തെ മരുന്ന് വാങ്ങാനോ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടുള്ള അനേകരെ അറിയാം. ഞാൻ അവരുടെ ഇടയിലൊക്കെ സന്ദർശിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാ മേഖലയിലുമുള്ള ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയും കൂടെ വലിയൊരു ഹെൽപ്പാണിത്. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, നമ്മൾ 100 ഗ്രാം നല്ല ജീരകം, പിന്നെ 100 ഗ്രാം ഇത് പിന്നെ അയമോദകം, 100 ഗ്രാം അയമോദകവും 100 ഗ്രാം നല്ല ജീരകവും 100 ഗ്രാം ചതകുപ്പ. അതായത് നമ്മൾ മരുന്ന് കടയിൽ ചെന്ന് ചോദിച്ചാൽ, പച്ചമരുന്ന് കടയിൽ ചെന്ന് ചോദിച്ചാൽ ഇത് അവർ തരുന്നത്. അത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഓരോന്നും ചെറിയ ചീനച്ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് അതിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഓരോന്നും വേറെ വേറെ ചൂടാക്കണം. ചൂടാക്കി ഒന്ന് പൊടിഞ്ഞ് കിട്ടത്തക്ക ഒരു പരുവത്തിനായി വരുമ്പോഴത്തേക്ക് കൂട്ടത്തിൽ ഒരു കരിപ്പട്ടി ചക്കര, ശർക്കരയല്ല ചക്കര തന്നെ, അതായത് വെല്ലം. അതിന് പല ഭാഷകളുണ്ട്. അപ്പോൾ അത് ഏത് ഭാഷ, ഏത് നാട്ടിലെ ഏത് ഭാഷക്കാരാണെങ്കിലും മരുന്ന് കടയിൽ ചെന്ന് ചോദിച്ചാൽ മരുന്നിനുള്ള ചക്കരയെന്ന് പറഞ്ഞാൽ അവർ തന്നോളും. അപ്പോൾ അതുകൊണ്ട് ആ ചക്കര മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ പൊടിച്ചെടുക്കണം. ചക്കര നമുക്കിപ്പോൾ ആലിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇത് പൊടിയായിട്ട് എടുക്കുന്ന മരുന്നായതുകൊണ്ട് പാനിയാക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് ഈ അയമോദകവും ജീരകവും ചതവുപ്പയും കൂടെ പൊടിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് ഈ ചക്കരയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് ഇതിനെ ഒരു കുപ്പിയിലിട്ട് സൂക്ഷിച്ച് വെച്ചിട്ട് രാവിലെ വെറും വയറ്റിൽ ഒരു മീഡിയം സ്പൂണെന്ന് വെച്ചാൽ ഒരു ടീസ്പൂൺ ആയിക്കോട്ടെ, ഒരു സ്പൂണ് നമ്മൾ വെറും വയറ്റിൽ കഴിക്കണം. എഴുന്നേറ്റ് വന്ന് പല്ല് തേച്ച ഉടനെ തന്നെ ഈ ഒരു സ്പൂൺ പൊടി കഴിക്കണം. പൊടി കഴിച്ചിട്ട് അത് കഴിഞ്ഞ് ഭക്ഷണം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ നേരം ഭക്ഷണത്തിന് ശേഷം ഇതുപോലെ തന്നെ ഒരു സ്പൂൺ എടുത്ത് വായിലിടുക. വായിലിട്ട് ചവച്ച് ഇറക്കണ്ട, പതിയെ നുണഞ്ഞ് ഇറക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ ഇറക്കുമ്പോഴത്തേക്ക് ദഹനത്തിനും ഗ്യാസിനും എല്ലാത്തിനും, വയറിലുള്ള എല്ലാ കംപ്ലൈൻറ്റിനും നല്ല ഒരു പൊടിയാണിത്. കാരണം ഇത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ഇവിടെ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ട് ഇവിടെ സാധനം. കാരണം ഞങ്ങൾ ഗ്യാസ് വരുമ്പോഴത്തേക്ക് ഇതൊരു സ്പൂൺ എടുത്ത് വായിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഗ്യാസ് പെട്ടെന്ന് മാറിക്കിട്ടും. വയറ്റിലെ എരിച്ചിൽ, പോച്ചിലൊക്കെ ഉള്ളതൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. ഞങ്ങളൊക്കെ അതാ കഴിക്കുന്നത്. കാരണം ഇംഗ്ലീഷ് മരുന്നിനോട് കൂടുതൽ പോയാൽ വയറ് ചീത്തയായി പോയി. ഇതാകുമ്പോൾ ഒരു ദോഷവും ഇല്ലാത്തൊരു മരുന്നാണ്. അത് പ്രസവിച്ചവർക്ക് മാത്രമല്ല, ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു മരുന്നാണ്. ഇത് പൊടിച്ചു വെച്ചാൽ ചീത്തയും പോകത്തില്ല. നമ്മൾ വറുത്ത് പൊടിക്കുന്നതുകൊണ്ട് കുറേ ദിവസം ഇരിക്കും ഈ സാധനം, മാസങ്ങളോളം ഇരിക്കും. പ്രസവിച്ച പെണ്ണുങ്ങൾക്കാണെങ്കിലും പ്രസവിച്ച് വരുമ്പോഴത്തേക്ക് ഇതിനെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ അത് 90 ദിവസം അവർക്ക് കൊടുക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒത്തിരി പേര് ഇത് കഴിച്ചിട്ടുണ്ട്. 100% അവർക്ക് ഫലമുണ്ട്. അതുകൊണ്ട് ഇത് 100% ഉറപ്പുള്ളൊരു കാര്യം മാത്രമേ ഞാൻ ഈ ചാനലിലൂടെ ഇടത്തുള്ളൂ. ആരെയും പറ്റിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ് റീച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യുന്നത്. കാരണം ഇതെല്ലാം വേണം, റീച്ചും വേണം, എന്നാൽ ജനങ്ങൾക്ക്, കാണുന്നവർക്ക് പ്രയോജനവും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇതേപോലെ തന്നെ ചെയ്താൽ
നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഫലപ്രദമായൊരു മരുന്നാണ് ഇത്. പ്രസവിച്ചവർക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാം. ഗ്യാസിൻ്റെ അസുഖമുള്ളവർക്ക്, ദഹനക്കുറവുള്ളവർക്കൊക്കെ, പിള്ളേർക്കാണെങ്കിലും എടുത്ത് ഇച്ചിരി വായിലിട്ട് കൊടുത്താൽ മധുരം ഉള്ളതുകൊണ്ട് അവർ കഴിച്ചോളും. മധുരം നിങ്ങളുടെ ആവശ്യത്തിനാണ് ഇടേണ്ടത്. ചക്കരക്ക് അളവില്ല, ചക്കര മധുരത്തിന് ചേർക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പുരോഗമനം വരുത്തണോ, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കൂടെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾ ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വീണ്ടും നമ്മൾക്ക് തമ്മിൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.